പഠിക്കാനായിട്ട് പോകുന്നത് യുക്ലിഡിയൻ അൽഗോരിതത്തെ പറ്റിയാണ്. സോ നമ്മൾ നമ്പർ തിയറിയിൽ നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു LCM എന്താ, HCF എന്താ, അത് നമ്മൾ ഡിവിഷൻ മെത്തേഡ് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നേ, പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നേ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അൽഗോരിതമാണ് യുക്ലിഡിയൻ അൽഗോരിതം. അപ്പൊ യുക്ലിഡിയൻ അൽഗോരിതം പറഞ്ഞതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് HCF അല്ലെങ്കിൽ GCD എന്താണെന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ GCD അല്ലെങ്കിൽ HCF പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സിന്റെ ഇടയ്ക്കായിട്ട് വരുന്ന ഹയസ്റ്റ് കോമൺ ഫാക്ടറിനെയാണ് നമ്മൾ GCD അല്ലെങ്കിൽ HCF എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 6 ഉം 10 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ഏറ്റവും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് അതിന്റെ 6നെ വെച്ച് ഡിവിസിബിൾ ആയി വരുന്ന നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് അതിനെ എടുക്കും അല്ലെ. 1 into 2 into 3 ചെയ്യുമ്പോൾ നമുക്ക് 6നെ കിട്ടും, 1 into 2 into 5 ചെയ്യുമ്പോൾ നമുക്ക് 10നെ കിട്ടും. സോ ഈ രണ്ട് ഇന്റീജേഴ്സിന് ഇടയ്ക്കുള്ള ഏറ്റവും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഇവിടെ ആരാ? 2 ആണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ GCD ഓഫ് 6 and 10 എന്ന് പറയുന്നത് 2 ആയിരിക്കും. LCM എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ ഇടയ്ക്ക് കോമൺ ആയിട്ട് വരുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ എടുക്കും. ഇവിടെ LCM എന്ന് പറയുമ്പോൾ 1നെയും 2നെയും എടുക്കും. പക്ഷെ GCD അല്ലെങ്കിൽ HCF ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു നമ്പറിനെ മാത്രമായിട്ട് എടുക്കുന്നത്, അതായത് ഇവിടുത്തെ 2. സോ ഈ GCD അല്ലെങ്കിൽ HCF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്ന അൽഗോരിതമാണ് യുക്ലിഡിയൻ അൽഗോരിതം. ഓക്കെ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ആരെല്ലാം ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. സോ നമ്മുടെ യുക്ലിഡിയൻ അൽഗോരിതം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ രണ്ട് നമ്പേഴ്സിന്റെ എന്ത് കണ്ടുപിടിക്കണം? GCD കണ്ടുപിടിക്കണമെങ്കിൽ ആ വലിയ നമ്പറിൽ നിന്ന് നമ്മൾ ചെറിയ നമ്പറിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് GCDക്ക് വ്യത്യാസമൊന്നും വരത്തില്ല എന്നാ പറയുന്നത്. അത് നമ്മൾ റിപ്പീറ്റഡ്ലി ആ വലിയ നമ്പറിൽ നിന്ന് ആ ചെറിയ നമ്പറിനെ സബ്ട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസാനം കിട്ടുക ആ രണ്ട് നമ്പേഴ്സിന് ഇടയിലുള്ള GCD ആയിരിക്കും. അതാണ് ഈ ഒരു അൽഗോരിതം ഇവിടെ പറയുന്നത്. അപ്പൊ അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം, അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും. അത് കണ്ടോ, ഇപ്പൊ എയും ബിയും എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ട് അല്ലെ. എനെയും ബിനെയും ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഒരു കോഷ്യന്റും കിട്ടും, ഒരു റിമൈൻഡറും കിട്ടും. അപ്പൊ എനെ എങ്ങനെ എഴുതണമെന്നാ പറഞ്ഞേക്കുന്നത്? കോഷ്യന്റ് ഇൻറ്റു രണ്ടാമത്തെ നമ്പറെ പ്ലസ് റിമൈൻഡർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ എഴുതി പോകുന്നതിനെയാണ് നമ്മൾ യുക്ലിഡിയൻ അൽഗോരിതം വെച്ച് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് 56ന്റെയും 72ന്റെയും GCD കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടുത്തെ വലിയ നമ്പർ ആരാ? 72 അല്ലെ. ഇപ്പൊ നമ്മൾ 72നെ എഴുതി ഇസ് ഈക്വൽ ടു ചെറിയ നമ്പർ ആരാ? 56. 56നെ നമ്മൾ ഇവിടെ എഴുതി. അപ്പൊ നമ്മൾ നോക്കുമ്പോ 72നെ ഞാനിപ്പോ 56 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നോക്കുക. 72നെ എനിക്ക് 56 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താ പറയുക? 2 ടൈംസ് ചെയ്യുമ്പോഴത്തേക്ക് 72ന് മോളിൽ പോകും. അപ്പൊ 1 ടൈംസേ പറ്റത്തുള്ളൂ. അപ്പൊ 56 വൺസ് 56 ആയിരിക്കും. സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് ബാക്കി റിമൈൻഡർ കിട്ടുന്നത് 16 ആയിരിക്കും. സോ ഇവിടുത്തെ കോഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് 16 ആണ്. ഇവിടുത്തെ എ എന്ന് പറയുന്നത് 72, ബി എന്ന് പറയുന്നത് 56 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഈ ഒരു എ ഇസ് ഈക്വൽ ടു Q1B പ്ലസ് R1 എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതും. എങ്ങനെ എഴുതുക? എ ഇവിടെ ആരാ? 72. അപ്പൊ 72 ഇസ് ഈക്വൽ ടു എത്ര തവണയാണ് നമുക്ക് കോഷ്യന്റ് ഉള്ളത്? ഒരു തവണ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ 1 into 56 പ്ലസ് 16, അതായത് ബാക്കിന് എത്രയും കൂടെ ആഡ് ചെയ്യണം? 16 കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, 56ഉം 16ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സം എത്രയാ? 72 ആണ്. സോ ആ രീതിയിൽ നമ്മൾ എഴുതി. ഇപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യും. ഇനി നമ്മൾ 0 കിട്ടുന്നിടം വരെയും പോകണം. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഇവിടുത്തെ ഈ ചെറിയ നമ്പറായ ബിയും റിമൈൻഡർ ആയിട്ട് കിട്ടിയ 16നെയും നമ്മൾ ഇനി അടുത്തായിട്ട് എടുക്കുക, എയും ബി ആയിട്ട് എടുക്കുക. പിന്നെ എന്ത് ചെയ്യുക? 56നെയും 16നെയും അതുപോലെ എഴുതാനായിട്ട് നോക്കുക. ഇവിടുത്തെ വലിയ നമ്പർ ആരാ? 56 അല്ലേ. അപ്പൊ 56 ഈസ് ഈക്വൽ ടു 56നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? 16 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. 56നെ 16 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 3s 48 ആണ്. 16 3s 48, ബാക്കി റിമൈൻഡർ വരുന്നത് 8 ആണ്. ബാക്കി ഇനി എങ്ങനെ എഴുതാൻ പറ്റും? 56 ഈക്വൽ ടു 3 ടൈംസ് 16 പ്ലസ് റിമൈൻഡർ എത്ര ഉണ്ട്? 8 ഉണ്ട് അല്ലെ.
അപ്പൊ നമ്മൾ അങ്ങനെ എഴുതി. ഇപ്പോഴും നമുക്ക് സീറോയിലെത്തിയോ? ഇല്ല. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഈ രണ്ട് നമ്പറിനെ എടുക്കും അല്ലെ? ഈ അടുത്തായിട്ട് വന്ന ബിയും റിമൈൻഡർ ആയിട്ട് വന്ന 8നെ നമ്മൾ എടുക്കും. അപ്പൊ അതിനെ നമുക്കിനി എന്ത് ചെയ്യണം? 16 നമുക്കറിയാം. 2ന്റെ 2 ടൈംസ് 8 ആണ് എന്തെന്ന് പറയുന്നത് 16. സോ അവിടെ റിമൈൻഡർ എത്ര വരിക? 0 വരിക അല്ലെ? നമ്മൾ 16നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2s are 16, റിമൈൻഡർ ആയിട്ട് വന്നിരിക്കുന്നത് 0 ആണ്. 0 എത്തുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ ഈ 0യ്ക്ക് മുമ്പ് വന്ന റിമൈൻഡർ എന്താണോ അതായിരിക്കും നമ്മുടെ GCD എന്ന് പറയും. ഇവിടെ 0യ്ക്ക് മുമ്പ് വന്ന റിമൈൻഡർ ആരാ? 8 ആണ്. സോ 56നെ 72ന്റെ ഇടയ്ക്കുള്ള GCD എന്ന് പറയുന്നത് എത്രയായിരിക്കും? എയ്റ്റ് ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലായോ? സ്പീഡ് കൂടുതലാണോ? കുറച്ചുകൂടെ പയ്യെ പറയണോ? ആർക്കെങ്കിലും സ്പീഡ് ഉള്ളതായിട്ട് തോന്നിയോ? പറ. ആർക്കെങ്കിലും നല്ല സ്പീഡിൽ പോകുന്ന പോലെ തോന്നിയോ? ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? GCD കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ രണ്ട് നമ്പറിലെ വലിയ നമ്പർ ആരാണോ അതിനെ എഴുതുക. അതിനുശേഷം രണ്ടാമത്തെ നമ്പറിനെ വെച്ച് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. സോ ആ കോഷ്യന്റ് ഇൻറ്റു ആ നമ്പർ പ്ലസ് റിമൈൻഡർ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി പോകും അണ്ടിൽ നമുക്ക് 0 കിട്ടുന്ന നമ്പർ. സോ 0യ്ക്ക് മുമ്പ് കിട്ടിയ റിമൈൻഡർ ഏതാണോ അതായിരിക്കും നമ്മുടെ GCD ആയിട്ട് വരും. സോ അത് മനസ്സിലായി എങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് തന്നെ ചെയ്തിട്ട് ആൻസർ എത്ര കിട്ടുന്നതെന്ന് പറയോ? ചെയ്യാവോ? ഹലോ, ചെയ്യാം മാം. അതെ. എല്ലാവർക്കും കിട്ടിയോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ആൻസർ പറയാവേ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, 48ഉം 60. ഈ രണ്ട് നമ്പറിന്റെ GCD കണ്ടുപിടിക്കണമായിരുന്നു. അപ്പൊ ആദ്യം നമ്മൾ വലിയ നമ്പറായ 16 എഴുതി. ആൻഡ് നമ്മൾ 16നെ 48 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു തവണയെ പോകത്തുള്ളൂ അല്ലേ? ബാക്കി റിമൈൻഡർ എത്ര കിട്ടുന്നത്? 12. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? 48നെയും 12നെയും കൂടെ എടുക്കും. ആൻഡ് 48നെ നമ്മൾ 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ടൈംസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താവും? 48ന് കിട്ടുന്നുണ്ട്. സോ റിമൈൻഡർ ആയിട്ട് 0 മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ 0യ്ക്ക് മുമ്പ് വന്ന റിമൈൻഡർ ആരാണ്? 12 ആണ്. സോ ഇവിടുത്തെ GCD എന്ന് പറയുന്നത് 12 ആണ്. സോ ഇതാണ് യൂക്ലിഡ് അൽഗോരിതം വെച്ച് രണ്ട് നമ്പേഴ്സിന്റെ GCD കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇങ്ങനെയാണ്. സോ ഇനി ഒരു തിയറട്ടിക്കൽ ഫൗണ്ടേഷൻ പറയാണ്. അതായത് A is equal to QB plus R എന്നുള്ള രീതിയിലാണല്ലോ നമ്മളിപ്പോ എഴുതിപ്പോയത് അല്ലെ? വലിയ നമ്പറിനെ is equal to കോഷ്യന്റ് ഇൻറ്റു രണ്ടാമത്തെ നമ്പറെ പ്ലസ് റിമൈൻഡർ എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതിപ്പോയത്. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ ഈ ഒരു ഫോമിൽ നമ്മൾ എഴുതുമ്പോ GCD ഓഫ് AB എന്ന് പറയുന്ന രണ്ട് നമ്പറിന്റെ GCD എന്തിന് ഈക്വൽ ആയിരിക്കും? ആ രണ്ടാമത്തെ ചെറിയ നമ്പറും പിന്നെ നമ്മൾ പിന്നെ ഇൻക്ലൂഡ് ചെയ്ത് ഈ R എന്ന് പറയുന്ന റിമൈൻഡർ അതിന്റെ രണ്ടിന്റെയും GCDക്ക് ഈക്വൽ ആയിരിക്കും എന്നാണ് ഈ ഒരു തിയറം പറയുന്നത്. ഇപ്പൊ ഇവിടുത്തെ പറയുവാണെങ്കിൽ ഇവിടുത്തെ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 48ഉം 60 ആയിരുന്നു അല്ലെ? ഇതായിരുന്നു നമ്മുടെ A, ഇതായിരുന്നു ഇപ്പുറത്തായിരുന്നു നമ്മുടെ B. സോ ഇവിടെ നമ്മുടെ രണ്ട് നമ്പേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ? എയും ബിയും ആയിട്ട് നമ്മൾ ഇവിടെ 48നെയും 16നെയാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഈ ഒരു എക്സാമ്പിളേക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇത് തന്നെ പറഞ്ഞുതരാവേ. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ ഇവിടെ എയും ബി എന്ന് പറഞ്ഞാൽ ആരാ? നമുക്ക് ഇവിടെ തരുന്ന രണ്ട് നമ്പേഴ്സ് ആയിരിക്കും അല്ലെ? സോ എ എന്ന് പറഞ്ഞ ഇവിടെ 100, ബി എന്ന് പറഞ്ഞ ഇവിടെ 45. ഇവിടെ ബി ചെറിയ നമ്പർ, ഇവിടെ എ വലിയ നമ്പർ ആയിട്ട് അത് തിരിച്ചു വേണമെങ്കിലും വരാം കേട്ടോ. എയും ബി ഏതാണെന്ന് നോക്കിയിരുന്നാൽ മതി. എഴുതി പോകുമ്പോൾ നമ്മൾ എന്തായാലും വലിയ നമ്പറിന് ഈസ് ഈക്വൽ ടു ചെറിയ നമ്പറിന്റെ അങ്ങനെയാണല്ലോ നമ്മൾ എപ്പോഴും ഡിവൈഡ് ചെയ്യുക. ആ ഒരു രീതിയിൽ നോക്കിപ്പോയാൽ മതി.
ഇവിടെ എയും ബിയും തന്നിട്ടുണ്ട്. എയുടെ വാല്യൂ 100ഉം ബിയുടെ വാല്യൂ 45 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് അതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാന്ന് എഴുതിയേക്കുന്നത് നമുക്കറിയാം. 100നെ നമ്മൾ 45 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 തവണയെ പോകത്തുള്ളൂ. 2 തവണ പോകുമ്പോഴത്തേക്ക് എന്താവും? 90 ആവും അല്ലേ? ബാക്കി റിമൈൻഡർ എത്ര വരും? 10 വരും. അതാണെങ്കിൽ എഴുതി വെച്ചേക്കുന്നത്. എത്രയാണ്? 100 is equal to 2 times 45 plus 10 എന്നാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഇവിടെ എഴുതിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 100ന്റെയും 45ന്റെയും ജി സി ഡി ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആരുടെ ജി സി ഡിക്ക് തുല്യമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് ഇതിന്റെ ജി സി ഡി കണ്ടുപിടിച്ച് പിന്നെ ഓരോ ഓപ്ഷനിലെയും ജി സി ഡി കണ്ടുപിടിച്ച് അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതിന് പകരം എന്ത് നോക്കിയാൽ മതി? ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എയും ബി എന്ന് പറഞ്ഞ 2 നമ്പേഴ്സിന്റെ ജി സി ഡി എന്തിനു തുല്യമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞേക്കുന്ന രണ്ടാമത്തെ നമ്പറും നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എഴുതിയിട്ട് ഈ റിമൈൻഡർ ആയിട്ട് വന്ന വാല്യൂ എന്താണോ അത്. അപ്പൊ ഇവിടെ ബി ആരാ? 45. ഇവിടെ ആർ ആരാ? 10. അപ്പൊ 100ന്റെയും 45ന്റെയും ജി സി ഡി തുല്യം ആർക്കായിരിക്കും? 45ഉം 10ഉം കൂടെ വരുന്നതിന്റെ ജി സി ഡിക്ക് തുല്യമായിരിക്കും. നമ്മൾ ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് സെയിം ആൻസർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. കണ്ടോ? ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് അങ്ങനെ ആയതുകൊണ്ട് ജി സി ഡി ഓഫ് 100ഉം 45ഉം 45നും 10നും ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? യെസ് മാം. ഓക്കെ. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം ആണ്. ഇതിന് സ്റ്റെപ്സ് കുറച്ചുകൂടെ വരും. സോ ഈ സംഭവം സിമ്പിൾ ആണ്. സോ യൂക്ലിഡിയൻ അൽഗോരിതം മനസ്സിലായല്ലോ. നമ്മൾ എയും ബി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്തു? എ ഇസ് ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ എന്നുള്ള രീതിയിൽ എഴുതി പോകും അൺടിൽ ആറിന്റെ വാല്യൂ 0 ആകുന്നിടം വരെ. ആൻഡ് ആറിന്റെ വാല്യൂ 0ക്ക് മുമ്പ് വന്ന വാല്യൂ എന്താണോ അതായിരിക്കും അതിന്റെ ജി സി. ഇതാണ് നമ്മൾ യൂക്ലിഡിയൻ അൽഗോരിതത്തിൽ പഠിച്ചത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം ആണ്. സോ യൂക്ലിഡിയൻ അൽഗോരിതം വെച്ച് നമ്മൾ ജി സി ഡി ആണ് കണ്ടുപിടിച്ചത് എങ്കിൽ എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു 2 നമ്പേഴ്സിന്റെ ജി സി ഡിയെ ഒരു ഇക്വേഷൻ ഫോമിൽ എഴുതാനായിട്ടാണ്. സോ ഇവിടെ നോക്കി, ഇവിടെ ജി സി ഡി ഓഫ് എ ബിനെ നമുക്ക് എങ്ങനെ എഴുതണം? എ എക്സ് പ്ലസ് ബി വൈ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റണം. അതായത് ഇപ്പൊ ഈ ജി സി ഡി ഓഫ് എ ബി എന്താണോ കിട്ടുന്ന വാല്യൂ, ആ വാല്യൂവിനെ നമുക്ക് ഈ 2 ഇന്റീജേഴ്സിന്റെയും കൂടെ ജി സി ഡി അല്ലേ നമുക്കിവിടെ കിട്ടുന്നത്. ആ 2 ഇന്റീജേഴ്സിനെ തമ്മിൽ എന്തോ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ സമ്മ് കിട്ടുന്ന പോലത്തെ രീതി ഒരു ഇക്വേഷൻ ആക്കി എഴുതണം. ഇങ്ങനെ പറയുമ്പോൾ അത് കത്തില്ല. നമുക്കത് എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇപ്പൊ ദേ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്ത് ചെയ്യണം? 56ന്റെയും 72ന്റെയും ജി സി ഡി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്? 56x പ്ലസ് 72y എന്നുള്ള ഒരു ഇക്വേഷൻ രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സിന്റെയും വൈന്റെയും വാല്യൂ എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ മുമ്പേ ചെയ്തായിരുന്നു അല്ലെ? 56ന്റെയും 72ന്റെയും ജി സി ഡി ആണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്തത്. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയായിരുന്നു? 8 ആണ് കിട്ടിയായിരുന്നു. നമുക്ക് ഈ കിട്ടിയ വാല്യൂ 8 എന്ന് പറയുന്ന നമ്മുടെ ഈ ജി സി ഡിനെ നമുക്ക് ഈ 2 ഇന്റീജേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു ഇക്വേഷൻ രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. സോ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സ്റ്റെപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂക്ലിഡിയൻ അൽഗോരിതം അപ്ലൈ ചെയ്യുക തന്നെ ചെയ്യും. അപ്ലൈ ചെയ്ത് എങ്ങനെയാണോ ഈ ജി സി ഡി കിട്ടിയെന്നുള്ള രീതിയിൽ അത് അപ്ലൈ ചെയ്യും. അതിനുശേഷം ഇതിനെ ബാക്ക് ട്രാക്ക് ചെയ്യും. തിരിച്ച് അതേ സ്റ്റെപ്സ് തന്നെ പുറകോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഇക്വേഷൻ രീതിയിൽ കിട്ടും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് നോക്കേണ്ട ജി സി ഡി ഏതൊക്കെയാണ്? 56 72 ആണ് അല്ലേ? അപ്പൊ അവിടുത്തെ വലിയ നമ്പർ ആരാ? 72 ആണ്. അപ്പൊ നമ്മൾ 72നെ 56 വെച്ച് ഡിവൈഡ് ചെയ്യും. ഒരു തവണയെ കോഷ്യന്റ് പോകത്തുള്ളൂ. സോ അത് 72 is equal to 1 into 56 plus 16 എന്നുള്ള രീതിയിലാവും. പിന്നെ നമ്മൾ ഇനി എന്തെടുക്കും? 56നെയും 16നെയും എടുക്കും. 56 എന്ന് പറഞ്ഞാൽ എന്താവും? 3 into 16 plus 8 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ 16നെയും 18നെയും എടുക്കും. അപ്പൊ 16 is equal to 2 into 8 plus 0. 0 എത്തിയോണ്ട് നമ്മുടെ അൽഗോരിതം സ്റ്റോപ്പ് ആകും. ആൻഡ് 0ക്ക് മുമ്പ് വന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 8 ആണ്. സോ 56ന്റെയും 72ന്റെയും ജി സി ഡി എന്ന് പറയുന്നത് 8 ആണ്. ഇത്രയാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് പക്ഷെ എങ്ങനെയാണ് നമ്മുടെ ജി സി ഡിനെ വേണ്ടത്? ഈ ഒരു ഇക്വേഷൻ ആക്കിയായിട്ടല്ല വേണ്ടത്. 56x പ്ലസ് 72y എന്നുള്ള രീതിയിൽ ഇക്വേഷൻ ആക്കിയിട്ടാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയതിനെ തിരിച്ച് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഇവിടെ 8 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇക്വേഷനിൽ നിന്നായിരിക്കും നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടാണല്ലോ നമ്മുടെ പ്രോപ്പർ ആയിട്ട് ഒരു 8 വന്നിരിക്കുന്നത്. അപ്പൊ ഈ 8 നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ 56 ഉണ്ട് അല്ലേ? ഈ ഇവിടെ 3 ഇപ്പൊ നമ്മൾ അത് ഈ ഒരു ഇക്വേഷനെ റീറൈറ്റ് ചെയ്ത് എഴുതിയേക്കുന്നതാണ് ഈ ഒരു ഇക്വേഷൻ. അപ്പൊ എങ്ങനെ വന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് 8നെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ അങ്ങ് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം അല്ലെ? അപ്പൊ 8 അവിടെ തന്നെ ഉണ്ട്. സെക്കൻഡ്. 8 അവിടെ തന്നെ ഉണ്ട്. 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 8 അവിടെ തന്നെ ഉണ്ട്.
നമ്മുടെ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ റീറൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ആണല്ലോ നമ്മുടെ പ്രോപ്പർ ആയിട്ട് ഇവിടെ 8 ആയിട്ട് വന്ന് കിടക്കുന്നത്. ഇവിടെ 56 ഉണ്ട്, കാരണം നമ്മുടെ ഇക്വേഷനിൽ 56 72 ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ 8 ഇവിടെ ഉണ്ട് അല്ലെ, അപ്പൊ ഈ 8നെ ഇവിടെ നിർത്തിയിട്ട് ഈ 3 × 16 അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം അവിടെ ഓൾറെഡി 8 ഉണ്ട്. ഓൾറെഡി 8 ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും, 56 അപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു, അയാൾ അടുത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ 3 × 16 അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഇവിടെ പോസിറ്റീവ് ആയിട്ട് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, നെഗറ്റീവ് ആവും. അപ്പൊ -3 × 16 ആവും. ഇത് സോൾവ് ചെയ്ത് വെക്കല്ലേ, നമുക്ക് ഇക്വേഷൻ രീതിയിലാണല്ലോ വേണ്ട, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്ത് അല്ലെ, ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതി, ഇതിൽ നമ്മൾ 8നെ മാത്രം ഇവിടെ നിർത്തി ആൻഡ് 3 × 16 അപ്പുറത്തേക്ക് കൊണ്ടു. അപ്പൊ ഈ ഒരു ഫോമിൽ കിട്ടി. അതാണിത്, 8 = 56 - 3 × 16 എന്നുള്ള രീതിയിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 16 നമ്മുടെ ഇക്വേഷനിൽ ആവശ്യമുണ്ടോ, ഇല്ല. നമുക്ക് 8 ആവശ്യമുണ്ട്, 56 ആവശ്യമുണ്ട്, ഇനി നമുക്ക് വേണ്ടത് 72നെയാണ് ആവശ്യമുള്ളത്. സോ നമുക്ക് ആരെയും ആവശ്യമില്ല, ഈ 16നെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ 16നെ അങ്ങ് മാറ്റാം. നമ്മൾ മോളിൽ വന്ന് നോക്കുക, 16 വന്ന് കിടക്കുന്ന എവിടെയാ, ഇവിടെ ഉണ്ട് അല്ലേ. സോ ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും, 16നെ ഇവിടെ നിർത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 1 × 56 എന്ന് പറയുന്നതിന് അങ്ങ് അപ്പുറത്തോട്ട് നോക്കുക. അത് അപ്പുറത്ത് പോകുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പൊ 16 = 72 - 1 × 56 ആവും അല്ലേ. അതാണ് ഇവിടെ ഈ 16 പകരം നമ്മൾ എന്ത് ചെയ്തു, 72 - 1 × 56 വന്നു. അത് വന്നത് ഈ ഇക്വേഷനിൽ നിന്നാണ്. ഈ ഇക്വേഷൻ നമ്മൾ റീറൈറ്റ് ചെയ്ത് 16 = എന്താവും, ഈ 1 × 56 അപ്പുറത്ത് പോകുമ്പോൾ 72 - 1 × 56 ആവും അല്ലെ. ഒന്ന് എഴുതിയേക്കാം. പിന്നെ വരുന്നത് 16 = അപ്പുറത്ത് ഓൾറെഡി 72 ഉണ്ട് ആൻഡ് 1 × 56 അപ്പുറത്ത് പോകുമ്പോൾ -1 × 56 ആവും. അപ്പൊ ഈ വാല്യൂ 16ന്റെ ഈ വാല്യൂ ഇനി എന്ത് ചെയ്യണം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലെ. അപ്പൊ നമ്മുടെ ഇക്വേഷനകത്ത് ആരൊക്കെ ഉണ്ട്, ഇപ്പൊ 56 ഉണ്ട്, 72 ഉണ്ട്, 8 എന്ന് പറയുന്നത് നമ്മുടെ ആരും ഉണ്ട്, നമ്മുടെ HCF ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്തെഴുതാം. -3നെ നമ്മൾ എന്ത് ചെയ്യും, അകത്തേക്ക് കൊടുക്കും, -3 × 72 തന്നെ, ആൻഡ് -3 × -1 × 56 പറയുമ്പോൾ ഈ മൈനസ് കൂടെ പ്ലസ് ആവും, എന്തായി മാറും, +3 × 56 എന്നുള്ള രീതിയിലാവും. ഇവിടെ 56 -3 × 72 +3 × 56 എന്നുള്ള രീതിയിലായി. ഇവിടെ ഒരു 3 × 56 ഉണ്ട്, ഇവിടെ ഒരു 56 ഉണ്ട് അല്ലെ. അപ്പൊ ഈ 3 × 56 ഒരു 56 കൂടെ കൂട്ടുമ്പോൾ എത്ര, 4 × 56. പിന്നെ ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഒരു -3 × 72 എന്ന് കിടപ്പുണ്ട്. അപ്പൊ എങ്ങനെയായി, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എങ്ങനെയായി, 4 × 56 -3 × 72 എന്നുള്ള രീതിയിലായി. നമുക്ക് ആ ഒരു ഫോമിലായിരുന്നല്ലോ വേണ്ടേ. എങ്ങനെയായിരുന്നു വേണ്ടേ, 56x + 72y = 8 എന്നുള്ള ഫോമിലായിരുന്നു വേണ്ടേ. അതിന്റെ ആ ഒരു ഫോമുല അത് ആവുകയും ചെയ്തു. അതിന്റെ ഇവിടെ എക്സിന്റെയും വൈയുടെയും വാല്യൂ എത്രയാ, ഇവിടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 56ന്റെ കൂടെ കിടക്കുന്ന കോഷ്യന്റ് എത്രയാണ്, 4ഉം ആൻഡ് 72ന്റെ കൂടെ ഉള്ള നമ്പർ ആരാ, -3. അപ്പൊ എക്സിന്റെ വാല്യൂ 4ഉം വൈന്റെ വാല്യൂ -3y. ആൻഡ് നമുക്ക് നമ്മുടെ GCD ആയ 8നെ ഒരു ഇക്വേഷൻ ഫോമിൽ എഴുതാനും പറ്റും. മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, കുറച്ച് കൺഫ്യൂസിംഗ് ആയി തോന്നിയോ, ഒന്നും കൂടെ പറയണോ? ഒന്നുകൂടെ പറയണം മാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഇത്രയും ഓക്കെ അല്ലേ? ഇതാണല്ലോ നമ്മൾ നേരത്തെ പഠിച്ച യൂക്ലിഡിയൻ അൽഗോരിതം. എന്താ നമ്മുടെ യൂക്ലിഡിയൻ അൽഗോരിതം നമ്മൾ പഠിച്ച GCD കണ്ടുപിടിക്കണം, അത്രയല്ലേ ഉള്ളൂ. രണ്ട് നമ്പേഴ്സിന്റെ GCD കണ്ടുപിടിക്കണം. അത് ഓക്കെ അല്ലേ? നമ്മൾ എങ്ങനെ എഴുതി, 72 = 1 × 56 + 16. എങ്ങനെയാണ് എഴുതുന്നത്, 72നെ 56 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് 1 വരും, റിമൈൻഡർ 16 വരും. പിന്നെ നമ്മൾ അടുത്ത രണ്ട് നമ്പറിനെ ചൂസ് ചെയ്തു, 56നെ 16നെ. അതിന് നമ്മൾ എന്ത് ചെയ്തു, 56നെ 16 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കോഷ്യന്റും 8 റിമൈൻഡറും വരും. പിന്നെ അടുത്ത രണ്ട് നമ്പറിന് നമ്മൾ എടുത്ത് 16ഉം 8ഉം. 16നെ നമ്മൾ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് 2 വരും, റിമൈൻഡർ 0 വരും. സോ നമ്മൾ 0 എത്തിയപ്പോൾ നമ്മൾ അൽഗോരിതം സ്റ്റോപ്പ് ആയി. 0ക്ക് മുമ്പ് വന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 8 ആണ്. സോ നമ്മുടെ GCD എന്ന് പറയുന്നത് 8 ആണ്. ഇത് ഓക്കെ ആണല്ലോ, ഇതല്ലേ നമ്മൾ യൂക്ലിഡിയൻ അൽഗോരിതം പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്, ഈ കിട്ടിയേക്കുന്ന 8 എന്ന് പറയുന്ന GCDയെ 56x + 72y എന്നുള്ള എക്സ്പ്രഷനിൽ എഴുതണമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ എഴുതി വെച്ചേക്കുന്ന സാധനം ഉണ്ടല്ലോ,
ഈ ഒരു യൂക്ലിഡിയൻ അൽഗോരിതം വെച്ച് എഴുതി വെച്ചേക്കുന്ന സ്റ്റെപ്പിൽ നിന്ന് 8 വന്നേക്കുന്ന രണ്ട് ഇക്വേഷൻസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. അതിൽ നമ്മുടെ LHS വരേണ്ടത് എന്തായാലും 8 ആണ്. സോ ഇവിടെ 8 വന്നേക്കുന്ന രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഇവിടെ 8 വന്നേക്കുന്ന രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ ഉണ്ട്, താഴത്തെ ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷൻ ഉണ്ട് അല്ലെ. പക്ഷെ ഇവിടെ നിന്നല്ലേ നമ്മൾ GCD 8 ആണ് ചൂസ് ചെയ്തത്, ഈ ഒരു ഇക്വേഷനിൽ നിന്നാണല്ലോ. അപ്പൊ ഈ ഇക്വേഷൻ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. ഇവിടെ 8 ഉണ്ട്, ഈ ഒരു ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. അപ്പൊ അവിടെ എങ്ങനെയാ കിടക്കുന്നത്? 56 is equal to 3 into 16 plus 8 എന്നാണ് കിടക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഈ 3 into 16 അങ്ങ് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ നമുക്കറിയാലോ ഈ 3 into 16 എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സിംഗിൾ വാല്യൂ ആണെന്ന് വിചാരിച്ചു. ഇപ്പൊ 3 into 16 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 48 അല്ലേ. ഈ 48 നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് -48 ആവത്തില്ല. ഇപ്പൊ ഇവിടെ കിടക്കുന്ന ആക്ച്വലി 48 plus 8 എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. സോ 48 ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ അത് -48 ആയി മാറും അല്ലെ. 56 - 48 is equal to 8 എന്നുള്ള രീതിയിലാണല്ലോ ആവുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇതൊരു ഒറ്റ ടേമാ, 3 into 16 എന്ന് പറഞ്ഞ ഒരു ഒറ്റ ടേമാ. സോ കൺഫ്യൂസ്ഡ് ആവില്ല. നമ്മൾ 3 into 16 ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 48 ആണ്. ആ 48 അപ്പുറത്ത് കൊണ്ടുപോകുന്നു വിചാരിച്ചാൽ മതി. ഇത് ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്യാത്തത് നമുക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂ വേണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. സോ ഈ 3 into 16 നമുക്ക് എന്ത് ചെയ്യണം, അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താകും, അവിടെ ഓൾറെഡി ഒരു 56 ഉണ്ട്. നമ്മൾ 3 into 16 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും, -3 into 16 കൊണ്ടുവന്നു. ഇപ്പുറത്ത് ആര് കിടപ്പുണ്ട്, ഒരു 8 കിടപ്പുണ്ട് അല്ലെ. നമ്മളിത് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് 8 എത്രന്നാ കിട്ടി, 8 is equal to 56 - 3 into 16 കിട്ടി. ഇതാണ് നമ്മുടെ 8 നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ. അതാണ് ഞാൻ ഇവിടെ എഴുതിയ ഫസ്റ്റ് ഇക്വേഷൻ. 8 is equal to 56 - 3 into 16. നമ്മുടെ ഇക്വേഷനിൽ ആരൊക്കെ ഉണ്ടാവണം, 8 ഉണ്ടാവണം, 56 ഉണ്ടാവണം, 72 ഉണ്ടാവണം. ഈ 3 വാല്യൂസ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ ഇക്വേഷനകത്ത് വരാൻ പാടുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ 16 എടുത്താൽ കളയണം. കാരണം 16 നമ്മുടെ ഇക്വേഷനിൽ ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ 16 റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇക്വേഷനിൽ എവിടെയൊക്കെയാ 16 വന്നിരിക്കുന്നത് നോക്കാം. സോ ഇവിടെ നമ്മുടെ ആര് കിടപ്പുണ്ട്, 16 കിടപ്പുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് 16 നമുക്ക് ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാനായിട്ട് നോക്കാം. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആരെ എടുക്കാം, 16 റീറൈറ്റ് ചെയ്ത് എഴുതാൻ നോക്കാം. അപ്പൊ ഇവിടെ ഓൾറെഡി 16 കിടപ്പുണ്ട്. നമുക്ക് എന്ത് ചെയ്യും, 1 into 56 അങ്ങ് അപ്പുറത്തേക്കുണ്ട്. 1 into 56 എന്ന് പറഞ്ഞാൽ 56 ആണ് അല്ലെ, +56 ആണ്. അത് ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ അത് -56 ആവും. അപ്പൊ നമ്മൾ റീറൈറ്റ് ചെയ്യുമ്പോൾ എന്താകും, 72 - 1 into 56 is equal to 16 എന്ന് നമുക്ക് കിട്ടും. ഈ ഒരു വാല്യൂ ഇനി നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ 16ന്റെ വാല്യൂ എന്തായി മാറി, 16 is equal to 72 - 1 into 56. ഇതാണ് നമുക്ക് എന്ത് കിട്ടി, 16 പകരമായിട്ടുള്ള വാല്യൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ 16 കിടന്ന സ്ഥാനത്ത് ഈ ഒരു വാല്യൂ 72 - 1 into 56 ഇട്ട് കൊടുക്കുക. സോ ഇവിടെ 3 into 16ന്റെ സ്ഥാനത്ത് ആര് വന്നു, 72 - 1 into 56 വന്നു. കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ബ്രാക്കറ്റ് ഇടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരൊറ്റ ഫോം ആയിട്ട് കിട്ടി. അപ്പൊ ഈ ഇക്വേഷനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് നോക്കി, 8 ഉണ്ട്, 56 ഉണ്ട്, 72 ഉണ്ട്, പിന്നെ കുറച്ച് ചെറിയ നമ്പേഴ്സേ ഉള്ളൂ. അത് നമുക്ക് പ്രശ്നമില്ല, മൾട്ടിപ്ലിക്കൻസ് ആയിട്ടാണല്ലോ കിടക്കുന്നത്. ഇനി നമുക്കിനി ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് പ്രോപ്പറായി സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ മാത്രം മതി. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ പുറത്തൊരു -3 കിടപ്പുണ്ട്. ഈ -3 നമുക്ക് അകത്തോട്ട് ആദ്യം കൊടുക്കണം. അപ്പൊ എങ്ങനെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓൾറെഡി 8 കിടപ്പുണ്ട്. 8 is equal to 56 - അത്ര അവിടെ കിടന്നോട്ട്. 3 നമ്മൾ അകത്തേക്ക് കൊടുക്കുക. ഈ -3 അകത്തേക്ക് പോവുക. അപ്പൊ -3 into 72 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, അതങ്ങനെ തന്നെ എഴുതാം അല്ലെ, -3 into 72. ഇനി എന്ത് ചെയ്യണം, ഈ -3 വെച്ചിട്ട് നമ്മൾ ഈ അടുത്തൊരു ടേം ഉണ്ട്, ആരാ, -1 into 56. ഇത് മൾട്ടിപ്ലിക്കേഷൻ കിടക്കുന്നതുകൊണ്ട് ഇത് ഒറ്റ ടേം ആണെന്ന് ഓർത്തോണേ. സോ -3 നമ്മൾ അകത്തേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ എന്താ വന്നേക്കുന്നത്, -1 into 56. ഈ മൈനസ് നമുക്കറിയാം, മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞ ആരാ, പോസിറ്റീവാ അല്ലെ. ഇവിടെ എന്ത് വരും, -3 into -1 into 56. അപ്പൊ ഈ മൈനസും ഇവിടെ എന്തായി മാറും, പ്ലസ് ആവും. അപ്പൊ എന്തോരും, +3 into 56 എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കി, ഇവിടെ ഒരു 56 കിടപ്പുണ്ട്, ഇവിടെ +3 into 56 കിടപ്പുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഒന്നിച്ചെഴുതാം. അപ്പൊ എന്തൊരു 56 +3 into 56, പിന്നെ ആരാ കിടക്കുന്നത്, -3 into 72. ഈ രീതിയിലേക്ക് എന്താവും, നമുക്ക് റീഅറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി 3 into 56 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, 56 3 times മൾട്ടിപ്ലൈ ചെയ്തേക്കും. അതിലേക്ക് ഒരാളെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താവും, 4 times 56 ആവുമല്ലോ. അപ്പൊ ഇതെങ്ങനെ ആകും, 4 into 56 -3 into 72 എന്നാവും. ഇതായിരുന്നല്ലോ നമുക്ക് വേണ്ട ഇക്വേഷന്റെ രീതി. നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു വേണ്ടേ, 56x + 72y = 8 എന്നുള്ള രീതിയിലായിരുന്നു വേണ്ടത്. ഇവിടെ ആര് കിടപ്പുണ്ട്, നമ്മുടെ LHS ഒരു
നമ്മുടെ GCD ആയ 8 കിടപ്പുണ്ട്. അതിന്റെ ഇവിടെ എക്സിന്റെ വാല്യൂ എന്താ വന്നേക്കുന്നത് 4ഉം വൈന്റെ വാല്യൂ എന്താ വന്നേക്കുന്നത് -3 ആണ്. സിമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? ആ ഒരു ഫോമിൽ കിട്ടി അല്ലെ. 56x പ്ലസ് 72y = 8 എന്നുള്ള രീതിയിലായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായോ? ഹലോ, ഞാൻ മനസ്സിലായോ? അതോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും സ്റ്റെപ്പില്? മനസ്സിലായി മാം. ആർക്കെങ്കിലും ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം. സോ അങ്ങനെയാണ് നമുക്കൊരു നമ്പറിന്റെ GCD കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു ഇക്വേഷൻ രീതിയിലേക്ക് മാറ്റുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? യൂക്ലിഡ് അൽഗോരിതം വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് GCD കണ്ടുപിടിക്കുന്നത് ആ ഇക്വേഷൻ എഴുതുക. എഴുതിയതിനു ശേഷം നമ്മുടെ GCD ആരാണോ അയാളെ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക? റീറൈറ്റ് ചെയ്തിട്ട് എഴുതുക. അത് LHS മാത്രമായിട്ട് വരുന്ന കണക്ക്, നമ്മുടെ GCD LHS മാത്രമായിട്ട് വരുന്ന കണക്ക് റീറൈറ്റ് ചെയ്ത് എഴുതുക. അതിനുശേഷം നമ്മുടെ ഇക്വേഷനകത്ത് വേണ്ട കമ്പോണൻസ് മാത്രം അതിലാക്കുക. 56, 72, 8 മാത്രം മതി. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്തു? 16 റീപ്ലേസ് ചെയ്തു. ഈ ഒരു ഇക്വേഷന് 16 ആരാ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ 16ന്റെ പകരമായിട്ടുള്ള വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്ത് റീഅറേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് അവർ ചോദിച്ച രീതിയിലുള്ള ഇക്വേഷന്റെ രീതിയിൽ നമുക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂ ഉൾപ്പെടെയായിട്ട് കിട്ടി. ഇനി അതിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ചെയ്യാം. ഇവിടെ തന്നിട്ടുണ്ട് GCD ഓഫ് 30യും 18 എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ ഏതാണ് 30x + 18y എന്ന് പറയുന്ന ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. സോ നമ്മുടെ ഇന്റീജേഴ്സ് എന്ന് പറഞ്ഞ 30, 18 ആണ്. രണ്ടുപേരും GCD എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആരാണ് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത്രയും പേരിൽ നമുക്ക് എന്താ സ്വാഭാവികമായിട്ടും കണ്ടുപിടിക്കേണ്ടത്? എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. നോക്കി, ഇവിടെ എല്ലാവരും ആ ഒരു എക്സ്പ്രഷനിൽ തന്നെ എഴുതിയിരിക്കുന്നത്. എക്സിന്റെയും വൈയുടെയും വാല്യൂ പല രീതിയിൽ മാറി മാറി വന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെയും വൈയുടെയും വാല്യൂ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നോക്കണം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ 6 എന്ന് പറയുന്ന GCDനെ യൂക്ലിഡ് അൽഗോരിതം വെച്ചിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റെപ്പ്. നമ്മുടെ നമ്പേഴ്സ് ആരൊക്കെയാണ്? 30, 18. വലിയ നമ്പർ ആരാണ്? 30 ആണ് അല്ലെ. അപ്പൊ നമുക്ക് 30നെ 18 വെച്ച് ഒരു തവണ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റിമൈൻഡർ എത്ര വരുന്നത്? 12 ആണ് വരുന്നത്. ഇത് നമ്മുടെ രണ്ട് നമ്പേഴ്സ് ആരൊക്കെയാണ്? 18ഉം 12ഉം ആണ്. സോ 18നെ നമുക്ക് 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു തവണ നമുക്ക് പോത്തുള്ളൂ. സോ 1 × 12 ആവും. റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 6 ആയിരിക്കും. അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന ഇത് രണ്ട് നമ്പേഴ്സ് ഈ 12ഉം 6. 12നെ നമ്മൾ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 × 6 ആകുമ്പോൾ 12 ആവുന്നുണ്ട്. റിമൈൻഡർ എത്തായി പോകുന്നുണ്ട്? 0 ആയി പോകും. സോ 0യ്ക്ക് മുമ്പ് വന്ന റിമൈൻഡർ ആരാണ്? ഈ ഒരു 6 ആണ് അല്ലെ. അപ്പൊ GCD എന്താണ്? 6 ആണ്. അതാണല്ലോ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്ന GCD ആണ്. സോ നമ്മൾ GCD കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ 30x + 18y എന്നുള്ള ഇക്വേഷന്റെ ഫോർമാറ്റിലേക്ക് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ഇപ്പൊ ചെയ്തത് ബാക്ക് ട്രാക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. സോ ബാക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ GCD ആയ 6 വന്നേക്കുന്ന ഇക്വേഷൻ ഏതാ? നമ്മൾ 6 വന്നേക്കുന്ന ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യണം? റീറൈറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1 × 12നെ അങ്ങ് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അല്ലെ. അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 18 - 1 × 12 = 6 എന്നുള്ള രീതിയിലായി അല്ലെ. ഈ 1 × 12 ഒറ്റ ടേം ആണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയിരുന്നു. ഇവിടെ അപ്പുറത്ത് വെച്ചത്തേക്ക് നെഗറ്റീവായി. സോ 18 - 1 × 12 = 6 എന്നുള്ള രീതിയിലായി. അപ്പൊ നമ്മൾ അത് എഴുതി അല്ലെ. 6 = 18 - 1 × 12. ഇനി നമ്മുടെ ഇക്വേഷനിൽ 12ന്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ ഇക്വേഷനിൽ ആരെയൊക്കെ മതി? 30യും 18നെ മതി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു 12നെ എടുത്തങ്ങ് ഈ ഒരു 12നെ എടുത്ത് നമുക്കങ്ങ് കളയാം. അപ്പൊ 12 വന്നിരിക്കുന്നത് എവിടെയാ? ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? റീറൈറ്റ് ചെയ്തിട്ട് എഴുതാം. ഈ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ 1 × 18നെ നമുക്ക് അങ്ങ് അപ്പുറത്തോട്ട് കൊണ്ടുപോവാം. കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 30 - 1 × 18 = 12 എന്ന് വരും അല്ലെ. പിന്നെ എന്ത് ചെയ്യാം? ഇവിടെ വന്നിട്ട് ഈ 12നെ മാറ്റി അതിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ഈ 30 - 1 × 18നെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഇട്ട് കൊടുത്തു 30 - 1 × 18 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്തു അല്ലെ. എന്ത് ചെയ്യാം? നോക്കിയാൽ നമ്മുടെ ഇക്വേഷനിൽ ഇപ്പൊ ആരൊക്കെ ഉണ്ട്? 6 ഉണ്ട്, 18 ഉണ്ട്, 30 ഉണ്ട് അല്ലെ. നമുക്ക് വേണ്ട 3 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് റീറൈറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സും വൈനെ കണ്ടുപിടിക്കാം. സോ ഈ ഇക്വേഷനകത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ റീറൈറ്റ് ചെയ്യാൻ വേണ്ടി ഈ -1നെ എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റിനകത്തേക്ക് നമുക്ക് ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കൊടുക്കാം.
ഓക്കെ. സോ ഈ -1 ഇൻറ്റു 30, -1 ഇൻറ്റു 30 എന്താ? ഈക്വൽ ടു 18. ഈ -1 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ എത്ര വരിക? +30 ആയി പോവല്ലോ. അപ്പൊ എന്തായി മാറും? 18 പ്ലസ് 30. എന്ത് ചെയ്യും? ഈ -1 ഇൻറ്റു ഈ -1 ഇൻറ്റു 18 അത് ഒറ്റ ടേം ആണല്ലോ. ഒരു മിസ്റ്റേക്ക് എത്തിപ്പോയെ. ഓക്കെ. ആ, ഇവിടെ 18 ഉണ്ട്. ഈ -1 നമുക്ക് ഇനി ബ്രാക്കറ്റിലേക്ക് കൊടുക്കണം. -1 ഇൻറ്റു 30 എന്ന് പറഞ്ഞ ആരാ? -30 അല്ലെ? അപ്പൊ 18 മൈനസ് 30. ഇനി എന്തുണ്ട്? ഈ -1 ഈ അടുത്ത ടേം, ഈ -1 ഇൻറ്റു 18 എന്ന് പറഞ്ഞ ഒരു ഒറ്റ ടേമാ. ഈ -1 അകത്തേക്ക് കൊടുക്കുമ്പോൾ -1 ഇൻറ്റു -1 എത്ര? +1 അല്ലെ? അപ്പൊ +1 ഇൻറ്റു 18 ആയി അത് മാറും. +1 ഇൻറ്റു 18. ഓക്കെ. സോ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? എഴുതി. ഇവിടെ നോക്കി, ഇവിടെ ഒരു 18 ഉണ്ട്, ഇവിടെ ഒരു 18 ഉണ്ട് അല്ലെ? ഇവിടെ 1 ഇൻറ്റു 18, ഇവിടെ എന്തുണ്ട്? വീണ്ടും ഒരു 18 ഉണ്ട് അല്ലെ? അതായത് ഒരു 18 ഉണ്ട്, വീണ്ടും ഒരു +1 ഇൻറ്റു 18 മൈനസ് ഒരു 30 ഉണ്ട് അല്ലെ? ഇപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? 18, ഇവിടെ 1 ഇൻറ്റു 18 എന്ന് പറയുമ്പോൾ 18 തന്നെ. ഇവിടെ 2 ടൈംസ് 18 ഇടുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 18 ഇൻറ്റു 2. ഇനി ഇവിടെ എന്താ വന്നേക്കുന്നത്? -30 എന്ന് മാത്രമേ ഉള്ളൂ. -30 എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാ? +30യെ നമ്മള് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് -30 കിട്ടുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി? 30 ഇൻറ്റു -1 പ്ലസ് 18 ഇൻറ്റു 2 എന്നുള്ള രീതിയിലായിട്ട് നമ്മുടെ ഇക്വേഷൻ മാറി. നമുക്ക് പക്ഷെ ഇക്വേഷൻ വേണ്ടത് എങ്ങനെയായിരുന്നു? 30x പ്ലസ് 18y എന്നുള്ള രീതിയിലായിരുന്നു നമുക്ക് വേണ്ടത് അല്ലെ? 30x പ്ലസ് 18y എന്നുള്ള രീതിയിലായിരുന്നു നമുക്ക് ഇക്വേഷൻ വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മുടെ എക്സിന്റെ വാല്യൂ ഇവിടെ -1 ഇവിടെ 2 ആയിട്ടാണ് വന്നേക്കുന്നത്. സോ ഒന്നെങ്കിൽ ഇവിടെ -1 ഇവിടെ 2 വരാം, അല്ലെങ്കിൽ തിരിച്ചു വേണമെങ്കിലും വരാം. ഇവിടെ 30 ഇൻറ്റു 1 പ്ലസ് 18 ഇൻറ്റു -2 എന്ന് വന്നു കഴിഞ്ഞാലും സെയിം തന്നെയാണ്. അത് ഈ എഴുതിയിരിക്കുന്നത്. ഇവിടെ -1 വന്നാലും ഇവിടെ 2 വന്നാലും ഈ മൈനസിന്റെ സൈൻ ഇവിടെയോ ഇവിടെയോ വന്നാലും സെയിം ആൻസർ തന്നെ വരിക. നമ്മുടെ ഓപ്ഷനകത്ത് 30 ഇൻറ്റു -1 പ്ലസ് 18 ഇൻറ്റു 2 ഇല്ല. അതുപോലെ ഇക്വലന്റ് ആയിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് 30 ഇൻറ്റു 1 പ്ലസ് 18 ഇൻറ്റു -2. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ നമ്പർ 1 ആയിരിക്കും.